LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ വധശ്രമം കുറ്റം ചുമത്തിയേക്കും. 5 പേരെ പ്രതിയാക്കി ഇടക്കാല റിപ്പോർട്ട് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വകുപ്പുകൾ ചുമത്തിയ SIT അന്തിമ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ നൽകും. ഡി ബിനോയിയുടെ വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികളെ ഈ ഒരു കേസിൽ ചേർക്കുന്നു. എന്തായാലും എപ്പോഴേക്കായിരിക്കും അന്തിമ റിപ്പോർട്ട് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുക? കൂടുതൽ നടപടികൾ എങ്ങനെ? ഗൺമാന്മാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 5 പേരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. സന്ദീപ്, അനിൽകുമാർ എന്നിവർ കൂടാതെ 3 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 പേരും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വാഹനത്തിന് തൊട്ടു പിന്നാലെ സഞ്ചരിച്ചവരാണ്. ഇതിൽ പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ ഒന്ന്, ഈ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനകത്ത് മർദ്ദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ചില വടികൾ കരുതിയിരുന്നു, അല്ലെങ്കിൽ ലത്തി പോലുള്ള ചില ആയുധങ്ങൾ കരുതിയിരുന്നു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. അത് പ്രത്യേക അന്വേഷണ സംഘം അതൊരു വലിയ തരത്തിലുള്ള കുറ്റമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പല ആയുധങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ലത്തികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന കൂട്ടം. രണ്ടാമത്തേത്, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രത്യേക സംഘം സഞ്ചരിച്ചിരുന്നത്. വാഹനം പ്രതിഷേധക്കാരെ കടന്നു പോയതിനു ശേഷം പിന്നീട് ഈ വാഹനം റോഡിന്റെ പാർശ്വത്തിലേക്ക് നിർത്തിയതിനു ശേഷമാണ് ഈ ഗൺമാനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അനിലും ചേർന്ന് വലിയ തരത്തിലുള്ള മർദ്ദനം നടത്തിയത്. ഇത് കരുതിക്കൂട്ടിയുള്ള മർദ്ദനം എന്ന തരത്തിലുള്ള കാര്യവും അന്വേഷണ സംഘം ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായി നേരിടുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അതിനപ്പുറത്തേക്ക് ആണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സാധാരണ പോലീസ് നടത്തേണ്ട നടപടിക്രമങ്ങളല്ല അവിടെ ഈ ഗൺമാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സുരക്ഷാ ഭടന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, 5 പേർക്കും എതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള നടപടികൾ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം വലിയ തരത്തിലുള്ള കൃത്യവിലോപം ഈ 5 പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതിനാൽ ഈ 5 പേരെയും തൽക്കാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു നിർദ്ദേശവും ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ട്. ഇത് കൂടാതെ തന്നെ വിശാലമായൊരു റിപ്പോർട്ടിലേക്ക് കടക്കും. നിലവിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു ക്യാമറാമാൻ നൽകിയ സാക്ഷിമൊഴിയും ഒപ്പം തന്നെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ശേഖരിച്ച മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ വിശാലമായ തരത്തിലുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ സന്ദീപ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രത്യേക സംഘത്തിൽ ഇല്ല. അദ്ദേഹത്തെ അവിടെ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഇന്റലിജൻസ് ആണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അത്തരത്തിൽ ആഭ്യന്തര ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് മർദ്ദനത്തിൽ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മർദ്ദനത്തിൽ പങ്കാളികൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ഇന്റലിജൻസിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതായിട്ട് ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം ഒരു പ്രകോപനവുമില്ലാത്തവർക്ക് നേരെ വലിയ തരത്തിൽ മർദ്ദനം അഴിച്ചുവിട്ടു എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തുന്നത്. സാധാരണ പോലീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നതെന്നും വ്യത്യസ്തമായ തരത്തിലുള്ള ആക്രമണം നടത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരാളിനെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വലിയ വടികൾ ഉപയോഗിച്ച് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ചത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത്തരത്തിൽ നിരവധിയായ കണ്ടെത്തലുകൾ ചേർന്ന ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. വിശാല റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാം. അതേസമയം ഈ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ഗൺമാന്മാരെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആഭ്യന്തര ഇന്റലിജൻസിന്റെ പിൻവലിച്ചിട്ടുണ്ട്. ഇവർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടോ ഉണ്ടോ ഇല്ലയോ, മറ്റു ജോലിയിലേക്ക് പ്രവേശിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സസ്പെൻഷൻ നടപടികൾ ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇവർക്ക് എതിരെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ
അത് മാത്രവുമല്ല, അന്ന് ഈ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഉണ്ടായ ഈ മർദ്ദനം വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും കേസ് അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായതുകൊണ്ട് തന്നെ ഈ കേസിന് വലിയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. ഇതിനെല്ലാം ഉപരിയായി അന്നത്തെ ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ നൽകിയ ഒരു പ്രാഥമിക റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ കാര്യങ്ങൾ. ആ റിപ്പോർട്ടിനെ മാറ്റം വരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ ഉണ്ട്. അന്നത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ റിപ്പോർട്ട് തിരുത്തിച്ചതെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MR അജിത്കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു പക്ഷേ നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി തന്നെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് വളരെ വേഗത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലേക്ക് നീങ്ങുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.